എന്തു പറ്റിയടാ? വാ 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 വാ. ശ്യാമക്കുട്ടി അമ്മ തനിച്ചാക്കിട്ട് പോയോ? പോയോ? മോള് കരയണ്ട, വരണ്ട കരയണ്ട. മോളെ മാമന് ഉറക്കി തരാം കേട്ടോ. നല്ല ഭാവയല്ലേ, ഉറങ്ങിക്കോ. കരയല്ലേടാ, കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ഏട്ടാ, അതാ പെട്ടെന്ന് ഓടി വരാൻ പറ്റാതിരുന്ന്. അത് കുഴപ്പമില്ല. മോളെ ഇങ്ങ് വാങ്ങിച്ചു സോനെ, കിച്ചണിലെ പണികളൊക്കെ ഞാൻ നോക്കിക്കോളാം. മോളെ ഇങ്ങ് തന്നേക്കേട്ടാ. വേണ്ട സോനെ, നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞാൻ മോളെ അതുവരെ നോക്കിക്കോളാം. വാ 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 വാ. ഓ ഓ ഓ വാ 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 ഓ വാ വാ ഓ. ശ്യാമക്കുട്ടി കരയല്ലടാ, മാമൻ എടുത്തില്ലേ? കരയണ്ടടാ. എന്തിനാ കരയണേ? എന്തിനാ മോള് കരയണേ? ഇത് കണ്ട, മോളുടെ സൈക്കിൾ എന്ത്? കരയണ്ട കരയണ്ട. ഓ ഓ ഓ ഓ കരയണ്ട കരയണ്ട. അമ്മ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്റെ മോളുടെ കരച്ചിൽ കേട്ട് ഏട്ടൻ ഓടി വരുമ്പോ ആ മനസ്സിൽ വിച്ചുമോനായിരിക്കണം. ഏട്ടത്തിൽ നിന്ന് ഏട്ടനെ അകറ്റി അമ്മ മകനെ സ്വന്തമാക്കിയപ്പോ ഏട്ടന് നഷ്ടപ്പെട്ട സ്വന്തം മകനെ കൂടിയാ. അയ്യോ, അവൻ അവന്റെ മകനെ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് പറ്റടി, ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ഒരിക്കലും വിച്ചുമോനെ ഏട്ടനിങ്ങനെ കൊണ്ടുവന്നതായിരുന്നല്ലോ, എന്നിട്ട് എന്താ ഉണ്ടായത്? മോൻ അസുഖം വന്നപ്പോ പഴയ കപ്സിറപ്പ് എടുത്തു കൊടുത്തു. അവസാനം ഹോസ്പിറ്റലിൽ വെച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു തോന്നിയപ്പോ കുഞ്ഞിനെ എവിടെ വെച്ച് ചീരുവിന്റെ കയ്യിൽ കൊടുത്ത് അമ്മ തടി തപ്പല്ലേ ചെയ്തത്? അതേടി, കൊച്ചുങ്ങളൊരു പ്രായം വരെ കഴിയേണ്ടത് സ്വന്തം അമ്മയുടെ കൂടെയാ. അതിനെ വലിച്ചുകൊണ്ടുവന്ന് രോഗിയാക്കിയെന്ന പേരുദോഷം എനിക്കും എന്റെ മോനും വരാതിരിക്കാൻ വേണ്ടിയാ വിച്ചുമോനെ ഞാൻ തിരിച്ചേൽപ്പിച്ചത്. എന്നുവെച്ച് ഇന്ദ്രന് വീണ്ടും അവിടെ പോയി അവന്റെ മോനെ കാണാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. പിന്നെ അവന് വേണമെങ്കിൽ അവൻ പോയി കാണും. അതിന് നീ പുതിയ വ്യാഖ്യാനം ഒന്നും ഉണ്ടാക്കണ്ട, കേട്ടല്ലോ? വാ വാ വാ